പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 3ലെ പേജ് നമ്പർ 66 ആൻഡ് 67ലെ ഫിഗർ ഇറ്റ് ഔട്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓൾവേസ്, സംടൈംസ്, നെവർ. ബിലോ ആർ സം സ്റ്റേറ്റ്മെൻറ്റ്സ്. Think, explore and find out if each of the statement is always true, only sometimes true or never true. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓൾവേസ് ട്രൂ ആണോ, ഓൺലി സംടൈംസ് ട്രൂ ആണോ ഓർ നെവർ ട്രൂ ആണോ എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വൈ ഡു യു തിങ്ക് സോ? റൈറ്റ് യുവർ റീസണിങ് ആൻഡ് ഡിസ്കസ് ദിസ് വിത്ത് ദി ക്ലാസ്. അപ്പോൾ നമ്മളോട് ഇതിൻ്റെ റീസൺ എഴുതാനും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ ഫസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ പ്ലസ് 5 ഡിജിറ്റ് നമ്പർ ഗിവ്സ് എ 5 ഡിജിറ്റ് നമ്പർ. ഒരു 5 ഡിജിറ്റ് നമ്പറും വേറൊരു 5 ഡിജിറ്റ് നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു 5 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ഇത് ഓൾവേസ് ട്രൂ ആണോ, ഓൺലി സംടൈംസ് ട്രൂ ആണോ, നെവർ ട്രൂ ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു 5 ഡിജിറ്റ് നമ്പറും അടുത്ത ഒരു 5 ഡിജിറ്റ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 5 ഡിജിറ്റ് നമ്പർ കിട്ടാം അല്ലേ. ഫോർ എക്സാമ്പിൾ 5 ഡിജിറ്റ് നമ്പർ 50,000. ഇതൊരു 5 ഡിജിറ്റ് നമ്പറാണ്. ഇതിൻ്റെ കൂടെ അടുത്ത 5 ഡിജിറ്റ് നമ്പറായ 40,000 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90,000. നമുക്ക് 5 ഡിജിറ്റ് നമ്പർ തന്നെ നമുക്ക് കിട്ടി. ഇനി ഇപ്പം നമുക്ക് 5 ഡിജിറ്റ് കിട്ടിയല്ലേ. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയ നമ്പേഴ്സ് നോക്കാം. ഞാനൊരു 55,000ഉം ഒരു 60,000ഉം കൂടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 5 ഡിജിറ്റ് ആണോ കിട്ടുന്നതെന്ന് നോക്കാം. 6 + 5 11. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 6 ഡിജിറ്റ് ആണ് അല്ലേ. 1 2 3 4 5 6. ഇപ്പോൾ നമുക്ക് 6 ഡിജിറ്റ് ആണ് കിട്ടിയത്. അപ്പോൾ രണ്ട് 5 ഡിജിറ്റ് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 5 ഡിജിറ്റും കിട്ടാം 6 ഡിജിറ്റും കിട്ടാം. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഓൺലി സംടൈംസ് ട്രൂ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ വരിക. ഓൺലി സംടൈംസ് ട്രൂ. ചിലപ്പോൾ മാത്രമേ ഇത് ശരിയാകാറുള്ളൂ അല്ലേ. എപ്പോഴും ശരിയാകണമെന്നില്ല. കുറച്ച് വലിയ ഡിജിറ്റുകളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 6 ഡിജിറ്റ് കിട്ടാം. ഇനി അടുത്തത് 4 ഡിജിറ്റ് നമ്പർ പ്ലസ് 2 ഡിജിറ്റ് നമ്പർ ഗിവ്സ് എ 4 ഡിജിറ്റ് നമ്പർ. ഒരു 4 ഡിജിറ്റ് നമ്പറും ഒരു 2 ഡിജിറ്റ് നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഞാൻ ഒരു 4 ഡിജിറ്റ് എടുക്കുന്നു. 5,000. 1 2 3 4 ഡിജിറ്റാണ്. ഇനി അടുത്ത ഒരു 2 ഡിജിറ്റ് ഞാൻ 75 എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5075. നമുക്ക് 4 ഡിജിറ്റ് തന്നെയാണ് കിട്ടിയത്. ഇനി നമുക്ക് കുറേ കൂടെ വലിയ നമ്പർ എടുക്കാം. ഇതൊരു 4 ഡിജിറ്റാണ്. 9999. ഇതിൻ്റെ കൂടെ ഞാൻ അടുത്ത ഒരു 2 ഡിജിറ്റ് എടുക്കുന്നു. ഓക്കെ. അപ്പോൾ ചെറിയ 2 ഡിജിറ്റ് തന്നെ എടുക്കാം. എന്ത് കിട്ടുമെന്ന് നോക്കാം. 9 9 + 1 10 9 + 1 10 9 + 1 10 1 2 3 4 5. നമുക്ക് 5 ഡിജിറ്റ് കിട്ടി അല്ലേ. അപ്പോൾ ഒരു 4 ഡിജിറ്റും ഒരു 2 ഡിജിറ്റും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 4 ഡിജിറ്റും കിട്ടാം 5 ഡിജിറ്റ്സും കിട്ടാം. അപ്പോൾ ഇവിടെ എന്തെഴുതാം? ഓൺലി സംടൈംസ് ട്രൂ. ഇനി അടുത്തത് 4 ഡിജിറ്റ് നമ്പർ പ്ലസ് 2 ഡിജിറ്റ് നമ്പർ ഗിവ്സ് എ 6 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഒരു 4 ഡിജിറ്റ് നമ്പറും ഒരു 2 ഡിജിറ്റ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 6 ഡിജിറ്റ് നമ്പർ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുകളിൽ തന്നെ നമ്മൾ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പറും സ്മോളസ്റ്റ് 2 ഡിജിറ്റും കൂടാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് 5 ഡിജിറ്റാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റും ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 9 + 9 18. 18 + 1 19. 9 + 1 10. 9 + 1 10. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 5 ഡിജിറ്റ്. 1 2 3 4 5 ഡിജിറ്റാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റും ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് പോലും നമുക്ക് 5 ഡിജിറ്റേ കിട്ടിയുള്ളൂ. 6 ഡിജിറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ എന്താണ്? നെവർ ട്രൂ എന്നുള്ളത് എഴുതാം. ഇനി അടുത്തത് 5 ഡിജിറ്റ് നമ്പർ മൈനസ് 5 ഡിജിറ്റ് നമ്പർ ഗിവ്സ് എ 5 ഡിജിറ്റ് നമ്പർ. ഒരു 5 ഡിജിറ്റ് നമ്പറിൽ നിന്ന് അടുത്ത ഒരു 5 ഡിജിറ്റ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 5 ഡിജിറ്റ് നമ്പർ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് 5 ഡിജിറ്റ് നമ്പറുകൾ എടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ 90,000 എടുക്കുന്നു.
അടുത്തത് 30,000 എടുക്കുന്നു. 0 0 0 0 9 - 3 6. ഇവിടെ നമുക്ക് 5 ഡിജിറ്റ് തന്നെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേറൊരെണ്ണം എടുത്തു നോക്കാം. 54,300. ഇതൊരു 5 ഡിജിറ്റ് ആണ്. ഇതിൽ നിന്ന് ഞാൻ 50,000 സബ്ട്രാക്ട് ചെയ്യുന്നു. 0 0 3 4. 5 - 5 is 0. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 ഡിജിറ്റ് കിട്ടി. അപ്പോൾ 2 5 ഡിജിറ്റ് നമ്പറുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്താൽ 5 ഡിജിറ്റും കിട്ടാം, 4 ഡിജിറ്റും കിട്ടാം, 2 ഡിജിറ്റ് കിട്ടാം കേട്ടോ. ഇപ്പോൾ ഇവിടെ 54,300ൽ നിന്ന് 54,000 ആണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3 ഡിജിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? അപ്പോൾ 5 ഡിജിറ്റും കിട്ടുന്നുണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഓൺലി സംടൈംസ് ട്രൂ. ഇനി അടുത്തത് 5 ഡിജിറ്റ് നമ്പർ മൈനസ് 2 ഡിജിറ്റ് നമ്പർ ഗിവ്സ് എ 3 ഡിജിറ്റ് നമ്പർ. ഒരു 5 ഡിജിറ്റ് നമ്പറും ഒരു 2 ഡിജിറ്റ് നമ്പറും കൂടെ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 5 ഡിജിറ്റ് നമ്പറും ഒരു 2 ഡിജിറ്റ് നമ്പറും. അപ്പോൾ ഞാനിവിടെ 5 ഡിജിറ്റ് നമ്പർ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് എടുക്കുന്നു കേട്ടോ. ദാറ്റ് ഈസ് 10,000. 2 ഡിജിറ്റ് നമ്പർ ഞാൻ ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റും എടുക്കുന്നു. ഇത് രണ്ടും കൂടെ അപ്പോൾ 5 ഡിജിറ്റും 2 ഡിജിറ്റേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൽ അപ്പുറത്ത് വേറൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. സ്മോളസ്റ്റ് 5 ഡിജിറ്റും ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റും രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? ഇവിടെ 9 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. 10 - 9 is 1, 9 - 9 is 0, 9 9. എന്ത് കിട്ടി? 9901. നമുക്ക് 4 ഡിജിറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരിക്കലും ഒരു 5 ഡിജിറ്റും ഒരു 2 ഡിജിറ്റും കൂടെ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ കിട്ടില്ല. സോ ദിസ് ഈസ് നെവർ ട്രൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ ഇറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.